കട്ടിച്ചെടുക്കട്ടെ. ഹലോ ചേച്ചി, നിങ്ങളിതുവരെ പോയില്ലേ? ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചോണ്ടിരിക്കുക. പെട്ടെന്ന് വരും, വെയിറ്റ് ചെയ്യാ. ഇതിലൊക്കെ എന്തിനാ ഹസ്ബൻഡിനെ ബുദ്ധിമുട്ടിക്കണേ? ഒരു ഓട്ടോ വിളിച്ച് പോയാ പോരെ? വാ, ഞാൻ ഓട്ടോ വിളിച്ചുതരാം. വാ മോളെ, വാ 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 ചേച്ചി, വാ. ഓട്ടോറിക്ഷ ഏറ്റവും കൂടുതൽ സ്ഥലമാണ് ഹോസ്പിറ്റലിൽ. എന്തായാലും ഇവിടെ വരും. ഇപ്പോൾ ഡേ വന്നെ ഓട്ടോറിക്ഷ. ആ ചേട്ടാ 50 ആളോ? ആ ഓ ആഗ്രഹം. മോളെ അങ്ങോട്ട് കേൾക്കട്ടെ. അതൊക്കെ എന്ത് ചേച്ചി? ടാറ്റാ ടാറ്റ മോള്. പൈസയൊക്കെ തീർന്നു. ഇതെന്താ ഇതെവിടുന്ന? എന്റെ ലൈൻ്റെ അടുത്ത് പൊക്കിയത് എങ്ങനെ പൊളിച്ചില്ലേ? ഒറ്റ പുളി പൊളിച്ചിട്ടുണ്ടെങ്കിലേ എന്ത് മോശം നീ കാണിക്കണത്. മോശോ? നീ പൈസ വല്ലതും എടുത്താ? ഇല്ല. ഒന്നും തന്നാണ്ടല്ലോ, ഒരു മാനേജ് ഇല്ലാത്ത മോഷണം. ബില്ലടയ്ക്കാൻ ഞാൻ പൈസ കൊടുത്തേച്ചാ. എത്ര ഏട്ടാ? 100 രൂപ. പിടിക്ക്. ചേച്ചി ഒന്ന് പെട്ടെന്ന് വേറൊരു ഓട്ടോ ഉള്ളതാണേ. ഒരു മിനിറ്റ്. ചേട്ടാ പേഴ്സ് കാണുന്നില്ല. ചേച്ചിയെ ബാഗിൽ മാത്രം നോക്കണ്ട, സീറ്റിന്റെ അടിയിലേക്ക് ഒന്ന് നോക്കി നോക്ക്. ഇവിടെ ഒന്നും. ഹലോ ചേച്ചി, ഞാൻ ഡിസൂസയാണ്. ഡിസൂസ. ആരാ? ചേച്ചി ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കണ്ടില്ലേ ഓട്ടോറിക്ഷ കയറ്റി വിട്ട ഡിസൂസ? ചേച്ചി ഓട്ടോയിൽ കയറുന്ന സമയത്ത് ചേച്ചിയുടെ പേഴ്സ് താഴെ വീണ് പോയായിരുന്നു. അതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ആണോ? ആ, അതെങ്ങനെ തരാം ഇപ്പം? ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. ആ ശരി ചേച്ചി, ഞാൻ അവിടെ ചേച്ചി. ഓക്കെ, സീ യു സൂൺ. ചേട്ടാ ഹോസ്പിറ്റലിൽ പേഴ്സ് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്. തിരിച്ചങ്ങോട്ട് പോവാം. വാ മോളെ. എന്താ? ചില്ലറ ഇല്ലാത്തോണ്ട്. എത്ര? 100 രൂപ. 100. സാറേ 50 ഉള്ളൂ. മോള് പോയി കിടന്നു. എന്താ കൂട്ടാൻ വരാതിരുന്ന? ഞാൻ മറന്നുപോയി. ആ ATM കാർഡും ബാലൻസും ഒക്കെ അവിടെ വെച്ചേര്. അത് നാളൊരു റിസൾട്ട് വാങ്ങാണ്ട്, പിന്നെ ടോണിക്കും വാങ്ങണം. ടോണിക്ക് ഫോണാണ്. ഹലോ ചേച്ചി, എത്തിയോ? അതെ, എനിക്കിന്നിപ്പോൾ വരാൻ പറ്റില്ല. അയ്യോ, എന്നാ ഞാൻ വീട്ടിൽ കൂടെ തന്നോ? അയ്യോ വേണ്ട, ഞാൻ നാളെ ഹോസ്പിറ്റലിൻ്റെ അടുത്തേ വരുന്നുണ്ട്, ലാബിലേക്ക്. ഓക്കെ ചേച്ചി, എൻ്റെ സുരക്ഷമായിട്ടുണ്ടാവും ചേച്ചി. നാളെ കാണാം. കാച്ച് സൂൺ. ശരി. ഞാനിപ്പോ എന്തിനെ പിടിക്കുന്ന? കാലം കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു എന്നെ പിടിക്കേ. പറഞ്ഞല്ലോ പിടിക്കണ്ടോ. അല്ല, പേഴ്സ് വേണ്ടേ? വേണ്ടേ, കൊടുക്കണ്ട. നീ നടന്നേ. കുറച്ച് കുടിച്ചാ മതി. പെട്ടെന്ന് കുടിച്ചിട്ട് ഉറങ്ങിക്കോ. നാളെ സ്കൂളിൽ പോണ്ടതാ. എന്ത്? 2 ദിവസം സ്കൂളിൽ പോകണ്ട, ഇവിടെ റെസ്റ്റ് എടുത്താൽ മതി. ആണോ? കുറച്ചുകൂടി. അതെ. കഴിഞ്ഞെങ്കിലൊന്ന് വരുമോ? എനിക്കൊന്ന് കിടക്കണം. മോക്ക് തീരെ സുഖമില്ല. ഇവളെങ്ങനെ ഒറ്റയ്ക്ക് കിടത്തുക? ഒരു 10 മിനിറ്റൊക്കെ അവൾ ഒറ്റയ്ക്ക് കിടന്നോളും. അമ്മ പോയിട്ട് വരാം, ഉറങ്ങിക്കോ.
ആ സജീവേ, ആ ഞാൻ വിളിക്കാം. ഒരു 30 സെൻറ്റ് പ്ലോട്ട്. ആ അല്ല, അതിൻ്റെ പുറകിലത്തെ പ്ലോട്ടും കുഴപ്പമില്ലാത്ത. ശരി, ഞാൻ അങ്ങോട്ട് ഇറക്കാം. കയറിയോ? വേണ്ട, ഞാൻ ഓട്ടോയ്ക്ക്. വെറുതെ എന്തിനാ ഓട്ടോക്കാശ് കളയുന്നേ? കയറി. കസ്റ്റമർ കെയർ എന്നാ. അതിന് ആ, ഒന്നി അത് എടുക്കുക, അല്ലെങ്കിൽ കട്ട് ചെയ്യും. കട്ട് ചെയ്തു. കട്ട് ചെയ്യണം. കുറച്ചുകൂടി നോക്കാം. ഇവരെന്താ പോലീസ് ജീപ്പില്? ഇത് കൊണ്ടോണ്ടല്ലേ? വേറെ ആരെങ്കിലും വരുമോ കൊണ്ടത്തരാൻ? ആ, എന്താണ് ചേച്ചി പോലീസ് ജീപ്പിലൊക്കെ? ആ, എന്റെ ഭർത്താവ് പോലീസിലാ. പോലീസിലാ? ആ, ഇയാളെന്ന് ഓടിച്ചില്ലേ? അതെന്റെ ഭർത്താവാ. നന്നായി. എന്റെ പൊന്നേച്ചി അതിനൊന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ അങ്ങനെ മോഷ്ടികളൊന്നല്ല. അല്ല, അതുകൊണ്ടല്ല. മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സ് എനിക്ക് തിരിച്ചു കിട്ടുന്ന തന്നെ ഞാൻ വിചാരിച്ചല്ല. അങ്ങനെ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. മിസ്റ്റർ സുനി, ആ? റിസൾട്ട് ആയിട്ടുണ്ട്. ജയിച്ചോ? ആരാ സുനി? അയ്യോ, അതെന്റെ അച്ഛനമ്മ ഇട്ട പേരാ ചേച്ചി, വീട്ടിലിട്ട പേരാ. അപ്പൊ ഡിസൂസയോ? അതൊരു ചിന്നിട്ട പേര്, എന്റെ സാറാ. എന്താ ടെസ്റ്റ് ഒക്കെ ചെയ്തേ? അയ്യോ, എത്ര നേരം ചിന്നുള്ളി വെറുതെ ഇരിക്കണ? കുറെ നേരല്ലേ വെയിറ്റ് ചെയ്യണ. അപ്പൊ അവര് വെച്ച് ഒരു കുപ്പി ബ്ലഡ് കൊടുക്കാൻ പറ്റുമെന്ന്. ശരി ചേച്ചി. ചേച്ചി, എക്സ്ക്യൂസ് മീ. അയ്യോ, എനിക്ക് വേണ്ട. അയ്യേ, ചേച്ചിക്കല്ല, മോൾ കൊടുത്താൽ മതി. മോൾ കൊടുത്താൽ മതി. ഡിസൂസ് അങ്കിൾ എന്ന് പറഞ്ഞാൽ മതി. ശരിക്കും നിങ്ങൾ കള്ളം തന്നെയാണോ? അങ്ങനെയൊന്നുമില്ല ചേച്ചി. എന്താ പറയാ, ചെറിയൊരു സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ഒരു പാർട്ട് ടൈം ജോലിയൊക്കെ പോലെ, അത്രേ ഉള്ളൂ. പുറത്ത് പറയണ്ടേ? അതെ, എന്റെ പേര് ചേച്ചി എന്നല്ല, ആശാന്നാ. ആ, സ്റ്റെപ്പുണ്ട് ആശോട്ടെ, സ്റ്റെപ്പുണ്ട്. ഹലോ, എന്താ വിളിച്ചേ? അച്ഛന് ഇഷ്ടായോ? ഷർട്ട് ഇഷ്ടായോ? അതിന് അച്ഛൻ എൻ്റെ കൂടെ അല്ലല്ലോ. അശ്ശോ, ഞാനത് മറന്നുപോയി. എപ്പോഴാണ് അച്ഛനെ കാണാൻ നിങ്ങൾ പോകുന്നത്? പോകുന്നില്ല. കൊല്ലത്തിൽ ഒരു ദിവസം ഞാൻ ചോദിക്കുന്നത്, അതും കൂടി സമ്മതിക്കൂല എന്ന് വെച്ചാ ഇനി എന്തായാലും കയ്യും കാലും പിടിച്ചു പോകാൻ ഞാനിട്ട് ഉദ്ദേശിക്കുന്നുമില്ല. ഹലോ ഹലോ, ഇവിടെ ഒന്ന് നിർത്തേ, ഒന്ന് നിർത്തേ.
നല്ല കാറ്റല്ലേ? മോന് പോലീസിലാണ് എന്നല്ലേ പറഞ്ഞേ? ആ ആ അല്ല ഈ താടി ആ അത് മഫ്തി പോലീസില്ലേ? ആ, മഫ്തി പോലീസ്. രഹസ്യ പോലീസ്. ആ രഹസ്യ ആ കള്ളയും. പോവാ. നന്നായി. താടി കുറക്കണം, കുറച്ചധികമായി. കുഴപ്പമില്ല, ജോലിയുടെ ഭാഗല്ലേ. ഇനി അങ്ങോട്ട് ഇവിടെ ഒന്ന് സൈഡാക്കിയേ ഈ കടയുടെ. ചേട്ടാ 2 ലൈം ജ്യൂസ്. ഇങ്ങോട്ടൊന്നും കാണാനില്ല. തിരക്കല്ലേ, പരിചയക്കാരാ. ആ. എന്നാ ഊരി ചുറ്റലാണോ? ഊരു ചുറ്റിലൊക്കെ നിന്നു. ഇപ്പൊ പഴയ പോലെയല്ല, പ്രായമായി വരല്ലേ. ഈ കാലുണ്ടല്ലോ, കുറച്ചങ്ങോട്ട് നടക്കുമ്പോഴേക്കും മസിലിന്റെ അവിടെ ഒരു പിടുത്തം. അതുകൊണ്ട് ഇപ്പോ മോളുടെ കൂടിയാ. അത് ശരി. നിനക്ക് വേണോ? വേണ്ട, ഞാൻ കുടിച്ചാ. ഇപ്പൊ തന്നെ കണ്ടോ, ഇവിടം വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞു. കോൺസ്റ്റബിളിനെ കൂട്ടി വിട്ടിരിക്കുക. കഴിഞ്ഞ് തന്നെ ഞാൻ വിളിച്ചോ. ചേട്ടാ എന്നാ ക്ലാസ് എന്നാ. വേറെ എന്തെങ്കിലും വേണോ? വേണ്ട വേണ്ട. അല്ലെങ്കിൽ ഒരു 10 രൂപയ്ക്ക് തേൻമുട്ടായി. ചേട്ടാ 10 രൂപ തേൻമുട്ടായി. അപ്പൊ 40. പോ. പോവാം. ഇത് പിടിച്ചോ. ശരി കേട്ടോ, ആയിക്കോട്ടെ. പോയൂരാ. ഞാൻ ഡിസൂസ ഒന്ന് ആ കാര്യമുണ്ട്. ഇതെന്താ മനോജേട്ടനുണ്ട്? ആ കുഴപ്പമില്ല, ഉറങ്ങി. വാ അപ്പുറത്തേക്ക് വാ. എനിക്ക് പേടിയാ വരാൻ. എനിക്ക് പേടി, അകത്തേക്ക് വരാം. പുറത്തേക്ക് വാ. മോളുണർന്നാലോ? മോളെ വിളിക്കണ്ട, അപ്പുറത്ത് വാ. എന്തൊരു കഷ്ടം. ഒന്ന് വാ, വേഗം പോവാ. വാ. എന്തിനിപ്പോ വന്നേ? എന്താ നോക്ക്. ഇതെവിടുന്നാ? അച്ഛൻ തന്നയിച്ചാ. അച്ഛനോ? ദേ. ഈ ഷർട്ട് അത് ഞാൻ ഇന്നലെ രാത്രി തന്നെ വന്നെടുത്ത്. അത് ഇന്ന് രാത്രി തന്നെ വന്ന് പറഞ്ഞില്ലെങ്കിൽ ശരിയാവും തോന്നി. അതാ വന്ന് പറഞ്ഞ. അച്ഛൻ നല്ല സന്തോഷിച്ചായി. അയ്യോ എന്തിനാ കാര്യമാണ്? പോയിക്കോ, അകത്ത് പോയി. ബൈ. ശരി. ഭയങ്കര സ്നേഹത്തില്ല, അതാ വിട്ടുമാറാത്ത. മാറിയില്ല അവര്. എല്ലാവരും ഇങ്ങനെയല്ലോ. ഞാനിവിടെ ആദ്യമായിട്ടാണ്. ഞാനും ആദ്യമായിട്ടാ വരുന്നത്. കൊറേ നേരം കോടയൊക്കെ പിടിച്ചിരിക്കണ രണ്ടും കൂടിട്ട് നമ്മളൊന്നും കാണില്ല ചേട്ടാ. യൂണിഫോമിലും പാർക്കിലും കൊടയും ചൂടി വന്നിരിക്കാൻ വാട മോളിക്ക് നിങ്ങളുടെ മോളിക്ക് വായോ. ചോദിക്കട്ടെ, എന്താ നിന്റെ പേര്? എന്താ പരിപാടി? ഞങ്ങള് ഫ്രണ്ട്സാ, ഒന്നിച്ച് പഠിക്കണം. എന്തിനാ പഠിക്കണ? എഞ്ചിനീയറിംഗ്. ഇതാണോ മോളെ എഞ്ചിനീയറിംഗ്? ഇതാണെങ്കിൽ എന്നെയും കൂടി പഠിപ്പിക്കും മോളെ എഞ്ചിനീയറിംഗ്. അയ്യോ അവിടെ എന്തോ പ്രശ്നം കേട്ടാ. ഞാൻ നോക്കിട്ടില്ല. ദേവന് ശരിയാടാ, നമുക്ക് പോലീസ് വിളിക്കാം. പോലീസോട്ടെ, അത് നല്ലത്. പോലീസിനെ വിളിക്കരുത്, ഇനി ഉണ്ടാവില്ല. അപ്പൊ പരിപാടി മറ്റത് തന്നെ. ഹലോ, എന്താ പ്രശ്നം? എന്തു ചേട്ടാ? എന്താ സീൻ? കൊടയും ചൂടിയിരുന്ന് എഞ്ചിനീയറിംഗ് എടുത്തവരുന്നു ഞങ്ങൾ കയ്യോടെ പിടിച്ചതാ. എത്ര വയസ്സായി? 19. മോൾക്കോ? 19. അപ്പൊ കുഴപ്പമില്ല, എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള പ്രായമായല്ലോ. നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ ആരും കിട്ടില്ലേ?
അവരെ വീട്ടുകാർ നിങ്ങളെ ഏൽപ്പിച്ചിട്ടൊന്നും ഇല്ല ഇതൊന്നും നോക്കാൻ. പിന്നെന്താ പ്രശ്നം? ഇതൊക്കെ ചോദിക്കാൻ നീ ആരുടെ മേത്തോട്ടളിക്കല്ലേ? മേത്തോട്ടാ മേത്തോട്ടത്തില് മാറി കാണുന്നു. നീ അവനെ തൊള്ളാൻ നീ പോയിക്കോ. എന്റെ പൊളിച്ചതല്ലേ. പോലീസ് പോലീസ് ഇവിടെ ആർക്കാണ് ചുമ്മന സമരം നടത്തണ്ടേ? അവനെ സാറേ കുറച്ച് പേരെ കൂടെ ഓടി. സംഭവം നിയമപ്രകാരം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ ഇനി ഇതുപോലുള്ള കേസായിട്ട് എൻ്റെ കൈ കിട്ടിയ നല്ല ഇടി ഞാൻ ഇടിക്കും. മനസ്സിലായോ? ഓ സാർ ഇനി ഉണ്ടാവും. ഇനി കോളേജിൽ പോവാന്ന് പറഞ്ഞാൽ കോളേജിൽ പോകണം, അല്ലാതെ പാർക്കിൽ പോകരുത്. ഇല്ല സാർ ഇനി ഉണ്ടാവും. എന്നാ വയ്ക്കോ, വിളിച്ചോണ്ട് പോടോ. മര്യാദയ്ക്ക് വളർത്തണം പിള്ളേരെ. തന്തയും തള്ളയും എല്ലാത്തിനും ഞാൻ അടിക്കും. എന്തൊരടി അടിക്കുന്നത്, ഒരുപാട് മനുഷ്യ പറ്റില്ലാത്ത അവരങ്ങ് തീർന്നു പോയാലോ. ഇടിക്കട്ടോ, അന്ന് അവൻ ആ ഹോട്ടലിൽ വന്ന് എന്തിനാണെന്ന് അറിയണ്ടേ? സഹദേവ, നീ എല്ലാറ്റും ന്യായീകരിക്കുമ്പോൾ ഇതും ന്യായീകരിക്കല്ലേ. എടോ, അവനെങ്ങാൻ തീർന്നു പോയാലേ നമ്മളെല്ലാരും കുടുങ്ങും. കുടുങ്ങുന്നാണോ എന്റെ പ്രശ്നം? കേട്ടോന്നേ, തട്ടലും മുട്ടലും കൂടാതെ ആ പൈസ എങ്ങനെ നമ്മുടെ കൈ കിട്ടുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിലൊരു പങ്ക് കിട്ടിയാൽ തനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇല്ല, എന്നാ ഒരു നല്ല ഇടിച്ചോട്ടെ. അയ്യോ സാറേ, താൻ എന്തോടെ കാണിക്കുന്നേ? ആളെ മനസ്സിലായോ? നമ്മുടെ ജോർജിന്റെ ഹോട്ടലിൽ ഇടിക്കാടോ. താനാര്? ഭരചന്ദ്രൻ IPS അതോ ബൽറാം? ഇവനെ കുഞ്ഞുമോന്റെ ആളാ സാറേ. ഒന്ന് മാറോ, അല്ലെങ്കിൽ അവൻ ചത്തു. ഒന്ന് മാറോ സാറേ. അന്ന് എന്നെ കുറെ ഓടിച്ചോ. ഇരിക്കവിടെ ഇരിക്കാൻ ചോദിക്കാൻ ഒന്ന് തെളിച്ച് പറയുന്നത്. അത് ഇങ്ങനെയാണ് ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ നിനക്ക് തല്ലുള്ളത് രക്ഷപ്പെടാം. സത്യം മാത്രം പറയുള്ളൂ. പറ, എന്ത്? നേരെ നിക്കടാ. നീ എന്തിനാ ഹോട്ടലിൽ വന്നത്? പൊറോട്ട, പൊറോട്ട ബീഫ് തന്നെ. സത്യം കിട്ടും. നിനക്ക് കുഞ്ഞമ്മതുമായിട്ട് എന്താ ബന്ധം? ആരാണത്? കുറെ നേരം ഈ സാറ് ചോദിക്കുന്നത്. എനിക്കറിയില്ല. കുറെ നേരം കേട്ടിട്ടുമില്ല സാർ. സത്യം കിട്ടും. ഇതിനാണ് തല്ലി. ഫോൺ എടുത്തേ. ലോക്കൊന്നിൽ ഇങ്ങനെ വരച്ചാൽ മതി വെറുതെ. സാർ ബാലൻസ് കേട്ടോ. കോണ്ടാക്ട് ലിസ്റ്റിലോ ഫോൺ ഹിസ്റ്ററിയിലോ കുഞ്ഞമ്മ നമ്പർ ഉണ്ടോ നോക്കി. ഇതിനകത്ത് കുഞ്ഞമ്മന്റെ നമ്പർ ഒന്നുമില്ല സാറേ. അപ്പൊ അവന് കുഞ്ഞമ്മതുമായിട്ട് വലിയ ബന്ധമൊന്നും കാണുകയല്ല. പിന്നെ നീ എന്തിനാടാ അന്ന് ഹോട്ടലിൽ ഞങ്ങളുടെ ടേബിളിന്റെ അടിയിലോട്ട് കയറി വന്നേ? അയ്യോ, അതാ സാറേ കാര്യം. അത് ഞാൻ ഒരു പലിശക്കാരെ കണ്ടപ്പോൾ കയറി ഒളിച്ചതാണ്. അയാളെ കണ്ടപ്പോൾ കയറി അതിൻ്റെ അകത്ത് കയറിയതാണ്. സത്യം ഇടും സാറേ. ഒന്ന് പറയാം സാറേ, സത്യം കിട്ടും. വക്കീലേ, എന്താ നമ്മുടെ സ്റ്റേഷനിലോട്ടൊക്കെ? വക്കീലായി പോയില്ലേ, അപ്പൊ കോടതി സ്റ്റേഷനൊക്കെ കയറിറങ്ങേണ്ടി വരുമല്ലോ. വക്കീലിരിക്കെ. എന്താ വിശേഷിച്ച്? ഇവിടെ ഡിസൂസ എന്ന പേരുള്ള ആരെങ്കിലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? ഡിസൂസയോ? ഇല്ല, അങ്ങനെ ഒരാൾ കസ്റ്റഡി ഇല്ല. അയ്യോ, ഞാൻ ഡിസൂസ സാർ. നീ എസ്തപ്പാന്നല്ലടാ പറഞ്ഞേ? അല്ല, ഡിസൂസ എസ്തപ്പാൻ അങ്ങനെ രണ്ടുപേരുണ്ട് സാർ. ചിലർ ഡിസൂസ വിളിക്കും, ചിലർ എസ്തപ്പാന്ന് വിളിക്കും. എന്താണ് സാർ ഞാൻ? എന്താ അയാൾക്കെതിരെയുള്ള ചാർജ്? പബ്ലിക് ന്യൂസൻസ്. അപ്പൊ മെഡിക്കലൊക്കെ എടുക്കുമായിരിക്കും അല്ലേ? നല്ല തല്ല് കിട്ടിയ പോലെ ഉണ്ടല്ലോ. മെഡിക്കലൊക്കെ എന്തിനാ?
ഞങ്ങൾ ഇതിന് കേസൊന്നും എടുക്കുന്നില്ല. ആളുകൾ കൂട്ടം കൂടി തല്ലുന്ന കണ്ടപ്പോൾ ഇദ്ദേഹം വന്ന് രക്ഷിച്ചു, അത്രേ ഉള്ളൂ. ലേടോ ആ ഈ സാറേനെ രക്ഷപ്പെടുത്തിയത്. കേസൊന്നും എടുത്തില്ലെങ്കിൽ എനിക്കയാളെ കൊണ്ടുപോകാലോ അല്ലേ? കൊണ്ടോ ഇനി മേലെ എത്ര അഭ്യാസമായിട്ട് വന്നാക്കൽ. ഞാനെന്ത് ചെയ്തു സാർ? ഫോൺ. താങ്ക് യു സാർ. പറ്റേ സാർ, പോവാം മാഡം. ഇവരെന്ത് എന്നെ വിളിക്കാൻ വന്നത്? ആരും ഇട്ടത്? സാറെന്താ കേസൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ പറയാതെ എടോ, മെഡിക്കലിൽ കൊണ്ടുപോയി താൻ തന്നെ അപ്പിടാൻ പോകുന്നേ. പണ്ടൊരു ആദിവാസി ചെക്കനെ തല്ലിയതിനെ നമ്മുടെ ലക്ഷ്മണനെ 6 മാസം അകത്ത് കിടത്തിയത് ഓർമ്മയുണ്ടോ? ആ മുതലായത്. ആക്ടിവിസ്റ്റാ, ആക്ടിവിസ്റ്റ്. ചേച്ചി ആ സൈഡിലൊന്ന് നിർത്തിയാൽ മതി. ഇവിടെ നിർത്തിയാൽ മതി. ആരാണ് അയച്ചത്? ആശ അയച്ചതാ. ആശേ? ആ ആശ. ആ ഓ ആ ശരി. താങ്ക് യു ചേച്ചി. നിനക്കെന്താ ഇത്ര വലിയ ഗൗരവം? എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒരേപോലെ ഇരിക്കാൻ പറ്റുമോ? തന്തയുടെ അടുത്തോട്ട് കെട്ടിയെടുക്കാൻ പറ്റാഞ്ഞിട്ടായിരിക്കും. എന്തൊക്കെ ബഹളയെന്ന്. പേഴ്സ് തിരിച്ചു കൊടുക്കുന്നു, ഫോൺ വിളിക്കുന്നു, അച്ഛനും കൊണ്ട് തറവാട്ടിൽ പോകുന്നു. പണി കൊണ്ട് കിടപ്പിലായപ്പോൾ സമാധാനമായില്ലേ? എന്നിട്ട് ഓളും കൊണ്ട് തിരിഞ്ഞു നോക്കിയോ? സ്റ്റേഷനിൽ അഡ്വക്കേറ്റിനെ കിട്ടത് ജാമ്യത്തിലക്കാർ അവരാണ്. പോലീസിനെ കൂടെ പിടിപ്പിച്ചോളല്ലേ? പോലീസിനെ പിടികൊടുത്തല്ലേ? പക്ഷെ പോലീസ് പിടിച്ചിട്ട് ഏതൊരു കുഞ്ഞോവിന്റെ പേര് കൊണ്ട് ഇടിയോടിടി കുനിച്ചിരുത്തി നല്ലിടി. അതെന്താന്ന് മാത്രം കറക്റ്റായിട്ട് മനസ്സിലായില്ല. മതി മതി, നല്ല നീരുണ്ട്. കുഴപ്പമില്ല, മതി. ഇങ്ങനെ പോകണമെങ്കിൽ കുറച്ചും കൂടി ഇടികൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുമിച്ച് പിടിക്കാം, മതി. അപ്പൊ എല്ലാ ദിവസവും ചൂടുവെള്ളം കരുതല്ലേ? ഓ ഓ കരുനാക്കല്ലോ. അതിന് ഷെയർ കൂടെ എന്നെ വിളിക്കരുത് കേട്ടോ. എന്താ ഇവിടെ? ഇത് കുറച്ച് കഞ്ഞിയാ. ഇവിടെ എല്ലാ ദിവസവും കഞ്ഞിയാ. ഒരു സൂക്കട് കാണാൻ വരുമ്പോൾ കുറച്ച് പൊറോട്ട ബീഫും കൊണ്ടുവന്നൂടെ? ഇവരെ തമാശ. എനിക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കാൻ നേരത്ത് എല്ലാ ദിവസവും കഞ്ഞിയായിരുന്നു. ഞാനാ സ്കൂളിൽ കഞ്ഞി വിളമ്പിക്കൊണ്ടെന്ന് വെച്ചാൽ ബാക്കി വരുന്ന അവസാനം വരുന്ന കഞ്ഞി അത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും. അതായിരുന്നു എൻ്റെ അത്താഴം. ഏതുവരെ പഠിച്ചു? പുറവിൽ 7ാം ക്ലാസ് വരെ. ഹൈസ്കൂളിൽ കഞ്ഞില്ലല്ലോ, അതുകൊണ്ട് പോയില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുറവുണ്ട്, നല്ല നല്ല മാറ്റമുണ്ട്. കണ്ടോ, ഇവിടെ കണ്ടോ, കുറവുണ്ട്. ഇവിടെ നല്ല ചതവ് കുറവുണ്ട് അല്ലേ? നല്ല ഒടിവാ. കുറഞ്ഞില്ലേ ഒടിവ്? ആ എന്നാ ശരി, കാണാം, പിന്നെ വരാം. അയ്യോ അയ്യോ, പോലെ പോലെ എനിക്ക് ഒരു ചായ. അല്ല, അല്ലെങ്കിലും ചായ ഒന്നും വേണ്ട. അനുവിന് പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞ് ഇറങ്ങിയതാ. ഒരു ദിവസം വീട്ടിലേക്ക് വാ, അസുഖമൊക്കെ മാറിയിട്ട് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരാം. ഞാൻ വന്നോ. ഒരു മിനിറ്റ്, ഓട്ടോ വിളിക്കണോ? വേണ്ട വേണ്ട, ഞാൻ പോയി. കഞ്ഞി വേണ്ട.